ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ ചായക്ക് തട്ടുദോശയാണ് കേട്ടോ. അത് ഇവിടെ സാധാരണ ഞാൻ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ളത് അരച്ച് വെക്കുക. ആദ്യത്തെ ദിവസം നിർബന്ധമായിട്ട് ഇഡ്ഡലി ചുടും. കാരണം ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഇഡ്ഡലി ചുടുമ്പോൾ അത് നന്നാവോ പൊങ്ങി വരുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ ഫസ്റ്റ് ദിവസം എന്തായാലും ഇഡ്ഡലി ആയിരിക്കും ചുടുക. രണ്ടാമത്തെ ദിവസം ബാക്കി വരുന്ന മാവ് ഉപയോഗിച്ച് ഒന്നുകിൽ ദോശയോ അല്ലെങ്കിൽ തട്ടുദോശയോ മസാല ദോശയോ നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് പതിവ്. ഇപ്പോൾ ഈ ഡേറ്റ് അധികം തട്ടുദോശയാണ് ഉണ്ടാക്കുക. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും തട്ടുദോശ ഭയങ്കര ഇഷ്ടമാണ്. ഈ തട്ടുദോശ ചുടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നാടൻ നെയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കുറച്ചിങ്ങനെ ഇത് മറിച്ചിടുന്ന സമയത്ത് കുറച്ച് തൂവി കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ദോശ ചുട്ടിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ കാസറോളിലേക്ക് എന്തെങ്കിലും മാറ്റുന്ന സമയത്ത് അതിലൊരു ഇല വെച്ചിട്ട് വാഴയില വാട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ ദോശ ചുട്ട് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നല്ലൊരു ആ ഇല വാടിയതും ഈ ചൂടുള്ള ദോശയൊക്കെ പ്രത്യേകിച്ച് നെയ്യ് കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ട. ആ ഇലയിൽ ഇങ്ങനെ ആ ദോശ കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യുക. ഇല എടുത്തുകൊണ്ടൊന്ന് വാട്ടിയിട്ട് ഇലയിലേക്കാണ് ഈ തട്ടുദോശ ചുട്ട് വയ്ക്കുക. അത് പിന്നെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചട്നി മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ തട്ടുദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഇന്നലെ സാമ്പാർ വെച്ചത് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാമ്പാർ ചിലവാവണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇന്ന് ഹസ്ബൻഡും ഇല്ല. രാവിലെ ചായക്ക് ഹസ്ബൻഡ് ഇന്നലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൊട്ടിയൂർ പോയത്. അവരെല്ലാ വർഷവും ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാ വർഷവും കൊട്ടിയൂർ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചട്നിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും തട്ടുദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത്. മോന് സ്കൂൾ പോവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ചായ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.